Ladies and gentlemen, this is Adarsh and welcome to My Gonady. സോ ഇന്നലെ ഒരു സിനിമ ഡയറക്റ്റ് OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടു. ആക്ഷൻ പടമാണ്, ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ പടം. റേറ്റഡ് ആണ്, അപ്പൊ അറിയാലോ വയലൻസ് ഒക്കെ ഉണ്ടാവും. നമ്മുടെ AK അജിത് കുമാർ അല്ല, ദാറ്റ് ഗായ് ഈസ് ബിസി റേസിംഗ്. അങ്ങേരല്ല, അനിൽ കപൂർ ജി, ആളുടെ സുബൈദാർ ഇപ്പൊ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഒരു റേറ്റഡ് ആക്ഷൻ ഡ്രാമയാണ്. അപ്പൊ റേറ്റഡ് പറഞ്ഞപ്പോ ഞാൻ വയലൻസിന്റെ ഏറും പിടിയാണെന്ന് വിചാരിച്ചത്. കുറച്ച് ചോപ്പ് ഏഷ്യൻ പെയിന്റ്സ് എടുത്ത് അങ്ങോട്ട് ഒഴിക്കുക, കുറച്ച് ചോപ്പ് ഏഷ്യൻ പെയിന്റ്സ് എടുത്ത് ഇങ്ങോട്ട് ഒഴിക്കുക. റേറ്റഡ് പടമായി. എന്ത് കണ്ടിട്ട് ഇതിന് റേറ്റഡ് കൊടുത്തു എന്ന് എനിക്ക് അറിയില്ല. ആൻഡ് അനിൽ കപൂറിനൊന്നും വയ്യ. ആക്ഷൻ പടം പറഞ്ഞിട്ട് ഇമോഷണൽ നാടകമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ആക്ഷൻ സീക്വൻസിനെക്കാളും കൂടുതൽ പാസും കണ്ണീരുമാണ് ഇതില്. കണ്ണീരും കിനാവും എന്നായിരുന്നു ഇതിനിടുന്ന പേര്. ദേസി ജോൺ വിക്ക് എടുത്തു വെക്കാനാണ് അവർ നോക്കിയിരിക്കുന്നത്. പക്ഷെ എടുത്തു വന്നപ്പോ ദേസി ജോൺ വിക്കൻ ആയിപ്പോയി. അനിൽ കപൂറിനൊന്നും വയ്യ. സീരിയസ്ലി പറയല, അങ്ങേരെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടൂല. ഈ മാസ് സീൻസ് വരുമ്പോ ഒരു സ്ക്രീൻ പ്രസൻസ്, ഒരു ഓറ തോന്നിക്കണം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതിന്റെ പണി ചെയ്യും. പക്ഷെ ഇതിൽ അതും ശോകമാണ്. പക്ഷെ ഇങ്ങേർക്ക് ഈ സ്ക്രീൻ പ്രസൻസും ഇല്ല, ഓറയില്ല. പക്ഷെ അങ്ങനെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ സീൻസ് ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. ബാക്കിയൊന്നും കാര്യമില്ല. വല്ല സണ്ണി ഡിയോളോ വല്ല ബോബി ഡിയോളോ ഒക്കെ ആണെങ്കിൽ സംഭവം കുറച്ചും കൂടി നന്നായേനെ. ഇതിൽ നമ്മുടെ അനിമൽ സിനിമയിലെ പോലത്തെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. അണ്ണനെ വയ്യ. അതിന്റെ ഇടയിൽ പിന്നെ എന്ത് അനിമല്, എന്ത് മൃഗം. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് രണ്ട് പിള്ളേർ തമ്മിലുള്ള ഡിസ്കഷൻ ആണ് കാണിക്കുന്നത്. ഭയങ്കര വാലിഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. എയ്റോപ്ലെയിനിൽ എങ്ങനെയാണ് ആൾക്കാർ അപ്പിയിടുക, വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അപ്പൊ ഒരുത്തം പറഞ്ഞു എയ്റോപ്ലെയിനിലെ റിമോട്ട് ഉണ്ട് ഇത്ര, അത് പിടിച്ച് ഞെക്കി കഴിഞ്ഞു വെച്ചാൽ ജനല് തുറക്കും, മൂടയിൽ തിരികിയിട്ട് കാര്യം സാധിച്ചാൽ മതി. അപ്പോഴേക്കും അവർക്ക് സംശയം വന്നു, ഇതൊക്കെ നമ്മുടെ തലയിൽ വീണാലോ. ആ സമയത്ത് ഒരു എയ്റോപ്ലെയിൻ അവരുടെ തലയുടെ മുകളിൽ കൂടെ പോകുന്നു. തീട്ടം വീഴാതിരിക്കാൻ വേണ്ടി അവർ ഇറങ്ങി ഓടുന്നു, വെള്ളത്തിൽ ചാടുന്നു, ഒരുത്തൻ മുങ്ങിച്ചാവുന്നു. ആദ്യമായിട്ടാണ് ഒരു പയ്യൻ ചാവണ് കണ്ടിട്ട് ചിരി വന്നത്. പിന്നീടാണ് അത് മണൽ മാഫിയ മണൽ കോരിയോണ്ടാണ്, കുഴി ഉണ്ടായോണ്ടാണ്. ആ മണൽ മാഫിയക്കെതിരെ പോരാടുന്ന വൺ മാൻ ആർമിയാണ് നമ്മുടെ സുബേദാർ അനിൽ കപൂർ ജി. വേസ്റ്റ് പടം, ലിറ്ററലി ദിസ് ഇസ് ആക്ച്വലി വേസ്റ്റ് മൂവി. ഇതൊക്കെ 1990 ഇറങ്ങിയാലും പടം പൊട്ടിയിട്ടുണ്ട്. റേറ്റഡ് വയലൻസ് പടം, ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ ഡ്രാമ പറഞ്ഞിട്ട് ഇമോഷണൽ നാടകമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇങ്ങേരുടെ ഭാര്യയായിട്ട് ഖുശ്ബു ആണ് ഇതില്. ഖുശ്ബുവിന്റെ അധികം സീൻസിലൊന്നും കാണിക്കുന്നില്ല. പക്ഷെ അവര് തമ്മിലുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ, ഇമോഷന്റെ ഒരു ഡെപ്ത് നമുക്ക് മനസ്സിലാവും. അത് ഓക്കെയാണ്. ബാക്കി റബ്ബർ ബാൻഡിന്റെ പീക്ക് വലിച്ചു നീട്ടണേനൊക്കെ ഒരു പരിധിയില്ലേ. ചൂയിങ്കം പോലും ഇത്ര നീളില്ല. നമ്മുടെ നായകൻ അങ്ങേരാണ് അനിൽ കപൂർ. വില്ലനായിട്ട് ഒരു പേട്ട ചെറുക്കനുണ്ട്, വെട്ടാവളിയൻ. വെറുപ്പിക്കലല്ല, കണ്ടാൽ തന്നെ തല്ലിക്കൊല്ലാൻ തോന്നും. അങ്ങനത്തെ ഒരു പേട്ട ചെറുക്കൻ. ഇയാൾ അങ്ങേർക്ക് ആ ചെക്കനിട്ട് നാലെണ്ണം പൊട്ടിക്കും. ആ ചെക്കൻ പോയി കരയും. ആ ചെക്കന്റെ ചേച്ചി വില്ലത്തിയായിട്ട് മോന സിംഗ് ആണ് ഇതിലും. ഇപ്പൊ വുമൺ എംപവർമെന്റ് ആയോണ്ടാണോ എന്നറിയില്ല, വില്ലന്മാരെയൊന്നും ആർക്കും വേണ്ട, എല്ലാവർക്കും വില്ലത്തികളെ മതി. ഒന്നുമില്ല, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാർ, അവസാനം വിഷം കൊടുത്ത് കൊല്ലും. പിന്നീട് ഈ ചെക്കൻ ഇയാളുടെ മകളെ തട്ടിക്കൊണ്ടു. എന്നിട്ട് ഇങ്ങേരെ രണ്ടടി അടിക്കും. കൊല്ലില്ല, പരസ്പരം രണ്ടുപേരും അങ്ങോട്ട് കൊല്ലില്ല. ഇങ്ങേര് തിരിച്ച് രണ്ടടി അടിക്കും, അവൻ തിരിച്ച് രണ്ടടി അടിക്കും. ഇതന്നെ പടം വലിച്ചു നീട്ടി ഇടയ്ക്ക് ഓരോ അച്ചാറ്, മാങ്ങ അച്ചാറ്, നാരങ്ങ അച്ചാറ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആസിഫ് അലിയുടെ ആരെങ്കിലും ആണോ? അയ്യേ, വലിച്ചു നീട്ടി 2.5 മണിക്കൂർ ഉണ്ട് ഏകദേശം. അവസാനം ആ ചെക്കനെ കൊല്ലും. ഒട്ടും കൊള്ളൂല പറഞ്ഞാൽ അനിൽ കപൂറിനൊന്നും നടക്കൂല ഈ മാസ് പരിപാടി ഒന്നും. അങ്ങേർക്ക് ഈ മറ്റേ ഇമോഷണൽ സീൻസ്, ഫാമിലി മാൻ റോള്, അതൊക്കെ നടക്കുള്ളൂ. വേറെ ആരാണെങ്കിലും തിങ്സ് വുഡ് ഹാവ് ബീൻ ബെറ്റർ. അനിമൽ സിനിമയിലെ ഒരു സീക്വൻസ് പോലത്തെ ഒരു സീക്വൻസ് ഉണ്ട് ഇതിൽ. അതായത് ഒരു കോറിഡോർ ഫൈറ്റ് പോലെ കുറെ പേര് അടിക്കുന്നുണ്ട്. ഈ 1 vs 1 ഒക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. എന്നാൽ കുറെ പേരൊക്കെ വരുമ്പോ ടോപ്പ് ആംഗിളിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ ഡ്യൂപ്പ് അറിയാതിരിക്കാനാണോ എന്നറിയില്ല. ഇതുപോലെ സണ്ണി ഡിയോളോ ബോബി ഡിയോളോ ആണെങ്കിൽ തിങ്സ് വുഡ് ഹാവ് ബീൻ റിയലി ബെറ്റർ. ആൻഡ് ഇത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതിലേറെ ശോകമാണ്. ഈ ഡോക്യുമെന്ററിക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന സാധനമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഒട്ടും വർക്കായിട്ടില്ല. ഞാനൊരു ജാട്ട് പോലുള്ള സാധനമൊക്കെയാണ് പ്രതീക്ഷിച്ചത്. ജാട്ട് സിനിമയ്ക്ക് 2 ഒപ്പീനിയൻ ഉണ്ടാവും. ചിലർക്ക് ഒട്ടും വർക്കായിട്ടില്ല. എനിക്കൊക്കെ വർക്കായ സിനിമയാണ്. അതില് സണ്ണി ഡിയോളിന് ഒരു സ്ക്രീൻ പ്രസൻസ്, ഒരു ഓറയുണ്ട്. അങ്ങേരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും പെട്ട സാധനമായിരിക്കുന്നത്. എന്നാൽ ഇങ്ങേരെ കണ്ടു കഴിഞ്ഞാൽ അവര് പറയുന്ന പോലെ തന്നെ ഓൾഡ് മാൻ ആയിട്ടാണ് തോന്നുന്നത്.
സോ എനിക്ക് ഒട്ടും വർക്കാവാത്ത ഒരു ആമസോൺ ഒറിജിനലാണ് സുബേദാർ. വേണ്ടവരെ കണ്ടു നോക്കുക, ട്രൈ ഇറ്റ്.